ശരത്തെ, വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ട ചരക്ക് കപ്പൽ മുങ്ങിയതുമായി തുടർന്ന് ഒരുപാട് വിവാദങ്ങളാണിപ്പോൾ പരക്കുന്നത്. അത് നമുക്ക് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാവാൻ കഴിയുന്നത്, ഈ കപ്പലിൻ്റെ ആയുസ് ഏകദേശം തീരാറായി. അതായത് 30 വർഷമാണ് ഒരു കപ്പലിൻ്റെ ആയുസ്. ആ ആയുസിനോട് അടുക്കുന്ന സമയത്താണ് ഈ കപ്പൽ മനഃപൂർവ്വമാണോ അതോ സ്വാഭാവികമായിട്ടാണോ എന്നറിയില്ല, മുങ്ങിപ്പോകുന്നത്. ഇത് ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി നടത്തിയ ഒരു ഡ്രാമയാണോ എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കഥകൾ പ്രചരിക്കുന്നുണ്ട്. എന്താണ് ശരത്തിന് അതിനെപ്പറ്റി നോക്കി കാണുന്നത്? ആഷിക്ക് പറഞ്ഞതിന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് സാഹചര്യം പഠിക്കണം. ആദ്യം ആ സാഹചര്യം എന്താണ് ഉണ്ടായത്, സാഹചര്യം പഠിച്ചിട്ട് നമ്മുടെ ഇൻഡ്യൂഷൻസ് അനുസരിച്ചായിരിക്കും നമ്മൾ ഇതിനൊരു തീരുമാനം എടുക്കേണ്ടത്. അന്വേഷണം നമുക്ക് ഒരു വശത്ത് നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സംശയം ഉണ്ടാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട് അറിവുള്ളവരുടെയൊക്കെ ചോദിക്കുക. നമുക്ക് അധികം അഗാധമായൊരു അറിവുള്ള ഒരു വിഷയമായിരിക്കരുത്, പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അറിവുള്ളവർ ചോദിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഉത്തരമനുസരിച്ച് ഇത് എങ്ങനെ മുങ്ങാനുണ്ടായ സാഹചര്യം. ഒരു കപ്പൽ സാധാരണ മുങ്ങാൻ വളരെ ചാൻസ് കുറവാണ്. കാരണം ഒരു കപ്പൽ ഇപ്പോൾ ഇപ്പം വെള്ളത്തിൽ തൊടുന്നെങ്കിൽ അത് 100% സുരക്ഷാ പരിശോധനകളും കഴിഞ്ഞിട്ട് ശേഷമേ അത് ഇറക്കാൻ പാടുള്ളൂ. മാത്രമല്ല, ഇപ്പോൾ എവിടെ പോയാലും, വിഴിഞ്ഞത്തായാലും കൊച്ചിയിൽ എവിടെ പോയാലും അവിടെ കൃത്യമായി 100% സുരക്ഷാ പരിശോധനകൾ നടത്തി അത് പോകണം. കാരണം കടലിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഒറ്റപ്പെട്ട അവസ്ഥയാണ്. കാരണം അവിടെ ആരും ചിലപ്പോൾ രക്ഷിക്കാൻ വരണമെന്നില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും അവിടെ എല്ലാം ഫിറ്റ്നസ് ആണ്. ഇപ്പോൾ പൂർണ്ണ ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് കപ്പൽ ഇപ്പോൾ ഇറക്കുകയുള്ളൂ. ഇത് മറ്റൊരു വശം നോക്കുമ്പോൾ ഇത് എങ്ങനെ ഇത് മുങ്ങാൻ കാരണമായി എന്ന് നോക്കണം. ഇത് വെള്ളം ഈ കാർഗോ ഹോൾഡർ എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് കയറിയത് കൊണ്ടാണ് ഇത് കപ്പൽ ചരിയാൻ കാരണമായെന്ന് പറയുന്നു. ആദ്യം 26 ഡിഗ്രിയാണ് ചരിച്ചത്. അത് കപ്പൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് വലിയൊരു കണക്കാണ്. അപ്പോൾ അത് ചരിയാനുണ്ടായ സാഹചര്യം വെള്ളം കയറി എന്നതാണ്. എന്തുകൊണ്ട്, എങ്ങനെ വെള്ളം കയറി? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃത്യമായ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം ഇറങ്ങിയ ഒരു കപ്പലിന് എന്തുകൊണ്ട് അതിനകത്ത് വെള്ളം കയറി? അതിന് കൃത്യമായ കാരണം ആ ബോട്ട് അല്ലെങ്കിൽ ആ ഒരു കപ്പൽ കൃത്യമായ ഒരു സുരക്ഷാ പരിശോധന നടന്നില്ല എന്നായിരിക്കും അർത്ഥം. അത് ഫിറ്റ്നസ് അല്ല, അത് ഇതിൻ്റെ ഒരു പോരായ്മ, കപ്പലിലെ എന്താ പറയുകയാണ്, അതിൻ്റെ ഒരു പോരായ്മ കാരണമായിരിക്കും അതിൽ വെള്ളം കടന്നു കയറുന്നത്. കാലാവസ്ഥ എത്ര രൂക്ഷമായാലും അതിനെ തടഞ്ഞു നിർത്താൻ രീതിയിലായിരിക്കും കപ്പൽ നിർമ്മാണമെല്ലാം നടക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. എങ്ങനെയായിരിക്കും അതിനകത്ത് വെള്ളം കയറിയത്? മനഃപൂർവ്വമായിരിക്കുമോ? അല്ലെങ്കിൽ മാത്രമല്ല, ഒരു കപ്പൽ ചരിയാനെടുക്കുന്ന ഒറ്റയടിക്ക് അങ്ങനെ മുങ്ങിപ്പോകുന്നതല്ല. അത് സമയമെടുത്ത് പതുക്കെയാണ്. അത് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാകും. ഇവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇതിനകത്ത് എന്തെങ്കിലും കള്ളത്തരം നടന്നിട്ടുണ്ടോ? മനഃപൂർവ്വമായിട്ട് ഇത് മുക്കാൻ നോക്കി. നേരത്തെ ആഷിക്ക് പറഞ്ഞ പോലെ തന്നെ മനഃപൂർവ്വമായിട്ട് മുക്കാൻ നോക്കിയോ? അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അടുത്ത അന്വേഷണം ചെന്നെത്തുന്നത് MSC Elsa 3 ആ കമ്പനിയുടെ ഈ ഒരു കപ്പലിന്റെ ഉടമസ്ഥരായ MSC എന്ന, അതായത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന ആ ഒരു കമ്പനി, ആ ലൈബീരിയൻ ഷിപ്പാണ് ഇത് വരുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം വരുമ്പോൾ അവർക്ക് നല്ലൊരു എന്താ പറയാനാണ്, അവരെ സംബന്ധിച്ച് നല്ലൊരു ഇതല്ല ഉള്ളത് കേൾക്കാനുള്ളത്. അതായത് ഈ MSC എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയാണ്. ഈ ലോകത്ത് ചരക്ക് നീക്കം ചെയ്യുന്നതിന്റെ 20%-ഓളം ചരക്ക് നീക്കം ചെയ്യുന്നത് MSC ആണെന്നാണ് പറയപ്പെടുന്നത്. ഇവരുടെ തന്നെയാണ് ഏറ്റവും വലിയ ഷിപ്പും ഇവരുടെ കൈവശമാണുള്ളത്. ഇവരുടെ പ്രത്യേകത, ഇവരെ മാഫിയ ഷിപ്പിംഗ് കമ്പനി എന്നൊക്കെ ഇവരെ ഈ രംഗത്ത് അറിയാന്നുള്ളവർ പറയുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ രംഗത്ത് അറിയുന്നവർ അങ്ങനെ പറയുന്നുണ്ട്. ഇവർ കൈക്കൂലികൾ നല്ല രീതിയിൽ കൊടുത്തതിൻ്റെ പേരിലുള്ള തെളിവുകളുണ്ട്. ആളുകളെ സ്വാധീനിക്കാനുള്ള, അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാർഗോ അടക്കം സ്വാധീനിക്കാനുള്ള ശേഷിയുള്ളവരുണ്ട്. മാത്രമല്ല, എല്ലാത്തിനും ഉപരിയായിട്ട് ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ്. കോർപ്പറേറ്റുകാർ എപ്പോഴും അവരുടെ ലാഭം നോക്കിയേ, മാത്രമല്ല അവരുടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണമെന്ന് വിചാരിച്ചു കാണില്ല. പക്ഷേ അവർക്ക് പണം നഷ്ടമാകാതെ, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പണം നഷ്ടമാകാതെ എന്തൊക്കെ രീതിയിലുള്ള കോർപ്പറേറ്റ് ബുദ്ധിയാണ് ഇവിടെ ഉണ്ടായത്. 2 വർഷം കൂടെ കഴിഞ്ഞാൽ ആ കപ്പൽ ഡീകമ്മീഷൻ ചെയ്യാൻ വേണമെങ്കിൽ, അതായത് 30 വർഷമാണ് ഒരു കപ്പലിൻ്റെ ആയുസ്. അപ്പോൾ 28 വർഷമായപ്പോൾ തന്നെ അതിന് ഇത്ര കേടുപാടുകൾ സംഭവിക്കുന്നു, മുങ്ങുന്നു. ഇത് നേരത്തെയും അവരെ സംബന്ധിച്ച് ഈ അന്വേഷണങ്ങൾ പോകുമ്പോഴത്തേക്ക് അവരെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ട് ഇവിടെ എത്തുമ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചിലപ്പോൾ ഇത് ചർച്ചയായെന്ന് വരില്ല എന്നുള്ള തോന്നലായിരിക്കും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ. മാത്രമല്ല, ചൈന വല്ലാത്ത രീതിയിൽ ഇതിനെ നമ്മുടെ ഈ വിഴിഞ്ഞത്തിൻ്റെ ഒരു വളർച്ചയെ കാണുന്നു എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ. കാരണം വിഴിഞ്ഞം രീതിയിലാണ്, അത്തരത്തിലുള്ള രീതിയിലാണ് ലോകരാജ്യങ്ങളുടെ പോലും ചർച്ച ചെയ്തത്. കാരണം മദർഷിപ്പ് ആഴത്തിലുള്ള ഏറ്റവും ആഴം കൂടിയത് മദർഷിപ്പ് പോർട്ടുകളിൽ ഏറ്റവും വലുത്, അങ്ങനെ പല രീതിയിലുള്ള ചർച്ചകളിൽ വിഴിഞ്ഞമുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്കും ഇത് വല്ലാതെ അസ്വസ്ഥപ്പെടുന്നത്. കാരണം ബിസിനസ്സാണത്, നേരത്തെ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് ബുദ്ധിയാണ്. അവിടെ ഈ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഈ ചിന്തകളെല്ലാം തന്നെ
നമുക്കിതിനകത്ത് തിരികെ കയറ്റുമ്പോൾ കുറച്ച് അതിനകത്തൊരു വസ്തുത തെളിഞ്ഞു വരുന്നുണ്ട് തോന്നുന്നുണ്ട്. ഇവിടെ ശരത്ത് നേരത്തെ പറഞ്ഞതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലോട്ടാണ് ഈ കപ്പൽ പോകുന്നത്. ഇവിടെ വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലോട്ട് എത്ര ദൂരമുണ്ടെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ ഇത്രയും സുരക്ഷാ പരിശോധനകൾ കഴിഞ്ഞ ഒരു കപ്പൽ ഇത്രയും ചെറിയ ഒരു ഡ്യൂറേഷനിൽ തന്നെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുന്നേ മുങ്ങിപ്പോവുക എന്ന് പറയുന്നതിൽ തന്നെ ഒരു ദുരൂഹതയുണ്ട്. പിന്നെ ഈ MSC ഷിപ്പിംഗ് കമ്പനിയെ പറ്റി പറയുകയാണെങ്കിൽ അവർക്ക് ലാഭമുണ്ടാക്കാൻ ഏത് അറ്റം വരെ പോകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ കപ്പൽ മുങ്ങിയാൽ വലിയൊരു തുക ഇൻഷുറൻസ് ആയിട്ട് അവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. വേറൊരു എടുത്തു പറയേണ്ട കാര്യം, ഈ 2 വർഷം കൂടി കഴിഞ്ഞ് ഈ കപ്പൽ ഡീകമ്മീഷൻ ചെയ്യുകയാണെങ്കിൽ അവർക്കത് പൊളിച്ച് കളയുക മാത്രമേ, അല്ലെങ്കിൽ എവിടെയെങ്കിലും മാറ്റി മ്യൂസിയത്തിൽ കൊണ്ടുവയ്ക്കാനേ സാധിക്കുള്ളൂ. അതിൽ നിന്ന് അവർക്കൊരു ലാഭവുമില്ല, ഒന്നുമില്ല. അത് ഡീകമ്മീഷൻ ചെയ്ത് കളയുക എന്ന് മാത്രമേ അവിടെ ചെയ്യാനുള്ളൂ. പക്ഷേ ഇത്തരം ഒരു രീതിയിൽ ഇത് കടലിൽ മുങ്ങുകയാണെങ്കിൽ വലിയൊരു തുക ഇൻഷുറൻസായി ലഭിക്കാൻ സാധ്യതയുണ്ട്. അതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് 627ഓളം കണ്ടെയ്നറുകൾ ഉണ്ട് എന്നാണ്. അതിൽ 70 കണ്ടെയ്നറോളം MT കണ്ടെയ്നറുകളും ബാക്കി എല്ലാത്തിലും ചരക്ക് ഉണ്ട് എന്നാണ്. ഇപ്പോൾ കേരള തീരത്തെല്ലാം ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുന്നു. അതുപോലെ തന്നെ വലിയ രാസവസ്തുക്കൾ, മനുഷ്യന് അപകടമുണ്ടാക്കുന്ന രാസവസ്തുക്കൾ, സൾഫറും കാർബണും പോലെയുള്ള രാസവസ്തുക്കൾ അതിനകത്തുണ്ട് എന്ന് പറയുന്നു. വലിയ ഭീതി പരത്തുന്നു. ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ കണ്ടെയ്നറുകൾ മൊത്തം കടലിൽ മുങ്ങിപ്പോവുകയാണ്. ഇത് ഈ കടലിനുള്ളിൽ വെച്ച് തന്നെ ഈ രാസവസ്തുക്കളെല്ലാം പുറത്തു വന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികളും കേരള തീരത്ത് വലിയ ജാഗ്രത ഉണ്ടാവാനും വലിയ പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കേരള തീരത്ത് 34ഓളം കണ്ടെയ്നറുകൾ വന്നടിഞ്ഞു. ഇതിലൊന്നും ഈ അപകടം ഉണ്ടാവുന്ന തരത്തിലുള്ള രാസവസ്തു കണ്ടിട്ടില്ല എന്നതും കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇതിൽ പറയപ്പെടുന്നത് ഇത്തരം രാസവസ്തുക്കളുള്ള കണ്ടെയ്നറുകൾ കൃത്യമായി കടലിൽ മുങ്ങിപ്പോവാവുന്ന രീതിയിലാണ് കപ്പലിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്ന ഒരു തിയറി കൂടി പുറത്തു വരുന്നുണ്ട്. എത്രമാത്രം അതിൽ സത്യസന്ധതയുണ്ട് എന്ന കാര്യം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ വന്ന വിവരങ്ങളനുസരിച്ച് ഒരു കണ്ടെയ്നറുകളിൽ പോലും അപകടമുണ്ടാക്കുന്ന തരത്തിലുള്ള രാസവസ്തു കേരള തീരത്തൊന്നും കിട്ടിയിട്ടില്ല. കേരള തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ തുണിത്തരങ്ങളും അതുപോലെ തന്നെ മറ്റ് തേയില പോലെയുള്ള ഉൽപ്പന്നങ്ങളാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇനി ഭാവിയിൽ ഈ മുങ്ങിപ്പോയ കപ്പലിൽ നിന്ന് ഈ രാസവസ്തുക്കൾ പുറത്തു വരുമോ, അത് ഈ മീനുകളുടെ ജീവിതത്തെ ബാധിക്കുമോ, മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ ബാധിക്കുമോ എന്നെല്ലാം കണ്ടറിയേണ്ടതുണ്ട്.